ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കുഞ്ഞാമ്മാൻ്റെ വീട്ടിൽ വന്നിട്ടാണ്. അവിടെ ഹൗസ് വാമിങ്ങും അതേപോലെ തന്നെ കുഞ്ഞാമ്മാൻ്റെ വലിയ മോൻ്റെ കല്യാണം അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച ഉച്ചൻ്റെ ശേഷമായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ വീട് കുടിയിരിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ കുടിയിരിക്കൽ പിറ്റേ ദിവസം രാവിലെ പൊളിച്ചൊക്കെയായിരുന്നു. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നിക്കാഹിൻ്റെ ഒരു ടൈമായി. അങ്ങനെ ചിക്കന് മാറൊക്കെ ആയിട്ട് നിക്കാഹിന് വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ചിക്കൻ റെഡിയൊക്കെ ആയി എല്ലാവർക്കും സലാമൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിക്കന് പെട്ടെന്ന് ഇതുമൊക്കെ കഴിഞ്ഞിട്ട് ചെക്കന് നേരെ ഇറങ്ങി. പിന്നെ നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെക്കൻ്റെ റൂമിൽ അൽമാരയിൽ പെണ്ണിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. പിന്നെ പുതിയ വീടായതുകൊണ്ട് തന്നെ കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടി സ്വാമിങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വൈകുന്നേരം ആ ഒരു ടൈമിലായിരുന്നു പെണ്ണിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം റൂമൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഐഫമോൾക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേരെ പഴയ വീട്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ അവിടുന്ന് ഐഫമോൾക്ക് ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ നമുക്ക് രാത്രി പരിപാടിയാണുള്ളത്. അങ്ങനെ അതിന് വേണ്ടി ഇനി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാണ്ട് അങ്ങനെ രാത്രി പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്റ്റേജ് പ്രോഗ്രാമും പിന്നെ പാട്ട് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അങ്ങോട്ടും എടുക്കാനൊന്നും ടൈമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആവോളം. പിന്നെ ഐഫമോൾ അവിടെ ഭയങ്കര കളിയിലാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൾക്ക് മാരേജിന് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ നിക്കാഹ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ചെക്കന് മഹറും കൂടെ കെട്ടാനുണ്ടായിരുന്നു. അങ്ങനെ ചെക്കനെയും കൂട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ അവളെ വീട്ടിലേക്ക് തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഹറ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ മഹറുകെട്ടൽ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഇറങ്ങിയത്. പിന്നെ നേരെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് തന്നെ വന്ന് അവിടുന്ന് പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഐഫമോൾക്ക് ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ചെറിയൊരു മൂഡ് ഓഫിലാണ്. പിന്നെ കുറച്ച് പാട്ടൊക്കെ ആയിട്ട് കുറച്ച് കളിയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൈക്ക വെറുതെ കിട്ടിയപ്പോൾ നമ്മൾ വെറുതെ ഒരു പാട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെക്കൻ്റെ ചങ്ങായിമാരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറച്ചേരൊക്കെ ഇരുന്ന് അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടി നമ്മളെ കല്യാണത്തിൻ്റെ ദിവസം തന്നെ പൊളിച്ച ടൈമിലിരുന്നു. ഒരു 5 മണീൻ്റെ ശേഷം അങ്ങനെ ഉറക്കത്തിൽ എണീറ്റ് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പിന്നെ നിന്ന്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം വരണം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ചെറുതായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ നേരെ നമ്മൾ കല്യാണ വീട്ടിലേക്ക് തന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മണ്ടലൊക്കെ ആയിട്ട് ഓരോരോ തിരക്കിലായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ഇവിടെ വന്നിരുന്നു. ഇവിടെ കുറച്ച് മുട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കണ്ടു. പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 3 മണി ടൈമായപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നല്ല വെയിലും പിന്നെ ആകെ കൂടെ ഭയങ്കര ആവി പുകയൊക്കെ ആയിട്ട് നല്ല ഇടങ്ങാറുണ്ടായിരുന്നു. പിന്നെ ഐഫമോൾക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ആള് ആകെ ഡൗൺ ആയിരുന്നു. ഒരു ആക്റ്റീവ് ഇല്ലായിരുന്നു. വണ്ടിയിൽ കയറിയപ്പോൾ ആൾ കുറച്ചൊന്നും ഉഷാറായിട്ടുണ്ടായിരുന്നു. പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ. അങ്ങനെ പിന്നെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്കല്ല പോണത്. പെണ്ണിൻ്റെ കല്യാണം നമ്മളെ ഓഡിറ്റോറിയത്തിലായിരുന്നു. അങ്ങനെ നേരെ ഓഡിറ്റോറിയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ പെണ്ണിന് നമ്മൾ തലേ ദിവസം തന്നെ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തതുകൊണ്ട് നമുക്ക് മാറ്റിക്ക ഒരു പരിപാടി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പെണ്ണിൻ്റെ ഇജാബ് ഒന്നും ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാക്കി കൊടുത്തു. വേറെ മേക്കപ്പും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഓളെന്നെ റെഡിയായി അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇജാബ് മാത്രം ഒന്നും ഇങ്ങോട്ട് റെഡിയാക്കി കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എനിക്കറിയുന്ന പോലെ ഞാൻ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പിന്നെ അവളെ ചെക്കൻ്റെ അടുത്തേക്കാക്കി കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഇവിടെ വന്നിരുന്നു.
അങ്ങനെ പിന്നെ ഓളെ കൂടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നേരെ പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതാ പെണ്ണിനിട്ട് നമ്മളിതാ നേരെ ചെക്കൻ്റെ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ എന്താ ചെക്കൻ്റെ വീട്ടിലെത്തി. ചെക്കൻ്റെ ഉമ്മ പെണ്ണിനായിട്ട് വലത് കാലിലൊക്കെ വെച്ചിട്ട് അകത്തൊക്കെ കൊണ്ടുപോയി. പിന്നെ എന്താ നമ്മൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൗസ് വാമിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലെത്തി. ബാക്കിയുള്ള ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. ബൈ.